ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലോട്ട് നിന്ന് തിരിച്ചു പോകാണ്, പത്തനംതിട്ടയ്ക്ക് തിരിച്ചു പോകാണ് മലപ്പുറത്ത് നിന്ന്. അപ്പോൾ അതിരാവിലെ ഞങ്ങൾ പോകുന്നൊരു 4 മണി ആയതേ ഉള്ളൂ. അപ്പോൾ പോകുന്ന വിശേഷങ്ങളായിട്ട് വീഡിയോയിൽ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞങ്ങൾ ഇന്നലെ നാട്ടിലോട്ട് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് തിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഭയങ്കര മഴ. അപ്പോൾ എല്ലാവരും പറഞ്ഞു നാളെ വെളുപ്പിനെ പോവാമെന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 4 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല, മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ പെരിന്തൽമണ്ണ എത്തി. എനിക്കും ഇക്കാക്കും ആണെങ്കിൽ ഇപ്രാവശ്യം തിരിച്ചു പോകാൻ ആഗ്രഹമേ ഇല്ല കേട്ടോ. നല്ല വിഷമമുണ്ടായിരുന്നു ഇറങ്ങുന്ന സമയം. കാരണം 9 ദിവസം നമ്മൾ വീട്ടിൽ നിന്നതല്ലേ. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ലൊരു അടിപൊളി വൈബായിരുന്നു. ലോങ് ആയത് കാരണം നമുക്ക് എപ്പോഴൊന്നും നമ്മളെ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ. ഇനി ഏതായാലും ഇപ്പോഴൊന്നും പോയാലും നടക്കും തോന്നുന്നില്ല. ഇനി ഏകദേശം ഒരു 6 മാസമൊക്കെ കഴിയേണ്ടി വരും തിരിച്ച് മലപ്പുറത്തേക്ക് പോകാൻ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പുലാമന്തോളം എത്തി കേട്ടോ. ഞങ്ങൾ അധികം യാത്ര ചെയ്യൽ ഇതുപോലെ വെളുപ്പിന് 4 മണിക്ക് അങ്ങനെ യാത്ര ചെയ്യില്ല. അപ്പോൾ പിന്നെ റോഡൊന്നും ബ്ലോക്ക് കാണത്തില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് അങ്ങെത്താമല്ലോ. ആ ഉദ്ദേശത്തോടുകൂടി എന്നും ഞങ്ങൾ വെളുപ്പിനെയാണ് കേട്ടോ ഇറങ്ങൽ. ഇന്നാണെങ്കിൽ രാവിലെ ചെറിയ തോതിലേ മഴ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് അങ്ങ് എത്താം, പത്തനംതിട്ട എത്താം. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരു 12-12:30 ആകുമ്പോഴേക്ക് വീട്ടിൽ എത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കാരണം റോഡിൽ വലിയ ബ്ലോക്കൊന്നുമില്ല, മഴയും കാര്യങ്ങളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെന്നെത്താം. നേരം വെളുത്ത് തുടങ്ങി, റോഡിലൊക്കെ ആൾക്കാർ ഇറങ്ങി തുടങ്ങി. പിന്നെ കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് മലപ്പുറത്ത് എത്തിയതായിരുന്നു. എത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോയതെന്നറിയില്ല. 9 ദിവസമായി കേട്ടോ ഞാൻ മലപ്പുറത്ത് എത്തിയിട്ട്. അപ്പോൾ ഏതായാലും പോകുമ്പോൾ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോയല്ലേ പറ്റുള്ളൂ, നമ്മൾ ജീവിക്കേണ്ടത് അവിടെയല്ലേ. അങ്ങനെ നമ്മളിപ്പോൾ ഷൊർണൂർ എത്തിയിട്ടോ. അങ്ങനെ നേരം വെളുത്തൊരു 4 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഭയങ്കര തിരക്കായിപ്പോയി. കണ്ടോ ഗൈസ്, ഇതാണ് ഭാരതപ്പുഴ കേട്ടോ. കണ്ടോ, ഇതാണ് ഭാരതപ്പുഴ. തുടർച്ചയായിട്ട് 4 ദിവസം നല്ല മഴയൊക്കെ അല്ലായിരുന്നോ. അപ്പം ഇങ്ങനെ ന്യൂസിലൊക്കെ കാണാം, പിന്നെ ഇങ്ങനെ വെള്ളക്കെട്ടും അതുപോലെ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട് അവിടെ ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തിട്ടും ബുദ്ധിമുട്ടായൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വഴിയിൽ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങളൊരു ട്രെയിൻ പോകുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ട്രെയിനിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റി. ഗേസ് കണ്ടോ, നല്ല അടിപൊളി മഴ കേട്ടോ. നല്ല വൈബ്. അതിരാവിലെ പിന്നെ നല്ല മഴ ഉണ്ടോ. യാത്ര ചെയ്യാൻ ഭയങ്കര സുഖമാണ്. അങ്ങനെ മഴ നല്ല പോലെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. നല്ല ശക്തിയുള്ള മഴയാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ തൃശ്ശൂർ എത്തി കേട്ടോ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ വരെ നമുക്ക് യാത്ര ചെയ്യാൻ നല്ല സുഖമായിരുന്നു. ഇങ്ങനെ അധിക വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തൃശ്ശൂർ എത്തിയപ്പോൾ കണ്ടോ ഇങ്ങനെ തിരക്കായി വരുന്നുണ്ട്, വാഹനങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പത്തനംതിട്ട എത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു 9 മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. നമ്മൾ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസ് ഞാൻ ഈ ഒരു ചാനലിൽ ഇടുന്നതായിരിക്കും. മാക്സിമം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. രാവിലെ എണീച്ചത് കാരണം നല്ല ഉറക്കമൊക്കെ വരുന്നുട്ടോ. പിന്നെ തണുപ്പുമല്ല, അപ്പം നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഉറക്കം വരുമല്ലോ. പക്ഷേ അങ്ങനെ ഞങ്ങളിപ്പോൾ തൃശ്ശൂർ കിടന്നു കേട്ടോ. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം എൻ്റെ നാട്ടിലായിരുന്നു. ഇപ്പം തിരിച്ചു പോകുമ്പോൾ നല്ല വിഷമമൊക്കെ ഉണ്ട്. അത് പോയല്ലേ പറ്റുള്ളൂ. ഇക്കാക്ക് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇക്ക സോങ് ഇടയ്ക്ക് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ പെട്ടെന്ന് ഞങ്ങളങ്ങനെ തൃശ്ശൂർ എത്തിയത് അറിഞ്ഞില്ല.
ഇപ്രാവശ്യമാണെങ്കിൽ കുറേ നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫാമിലി അടക്കം ഞങ്ങളിങ്ങനെ പാർക്കുകളിൽ പോയി. പിന്നെ അതുപോലെ ഞങ്ങൾ കോഴിക്കോട് SM സ്ട്രീറ്റ് പോയി. ഞാനും എൻ്റെ താത്ത, അനിയത്തി, അതുപോലെ ആങ്ങള, നാത്തൂനൊക്കെ ആയിട്ട് നല്ല നല്ല ഓർമ്മകൾ. നല്ല അടിച്ച് പൊളിയായിരുന്നു. ഇത്രയും ദിവസം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പെട്ടെന്ന് പോന്നപ്പോൾ ഭയങ്കര വിഷമം. എല്ലാ പ്രാവശ്യവും ഞാൻ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ താത്തയാണെങ്കിലും അനിയത്തിയാണെങ്കിലും അങ്ങനെ നിൽക്കാനങ്ങനെ വരത്തൊന്നുമില്ല. കാരണം കുട്ടികൾക്ക് സ്കൂൾ മദ്രസൊക്കെ ഉള്ളതല്ല. അപ്പോൾ അവർക്ക് ലീവൊന്നും ഉണ്ടാവില്ല. വന്നാലും തന്നെ അവർ രാവിലെ വന്ന് വൈകിട്ട് പോവലാണ്. ഇത്ര ഇങ്ങനെ നിൽക്കലും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം പോയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ടോൾ പിരിവ് കേന്ദ്രത്തിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാഷ് കൊടുക്കുന്ന കാര്യങ്ങളിങ്ങനെ ഒന്ന് പകർത്തി. അങ്ങനെ കണ്ടോ ഗേസ്, റോഡൊക്കെ നല്ല പോലെ ബ്ലോക്കാണ് കേട്ടോ. ഞങ്ങളങ്ങനെ കുറച്ച് സമയം അവിടെ പെട്ട്. ഇത്രയും സമയം നമുക്ക് യാത്ര ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ തൃശ്ശൂരെത്തിയപ്പോൾ ഭയങ്കര തിരക്കായിപ്പോയി റോഡിൽ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചായ കുടിച്ചിട്ടാണ് വന്നത്. ചായ അരിപ്പത്തിലേക്ക് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ വിശപ്പൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു കടയിൽ കയറിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് കുടിച്ച്. അങ്ങനെ ഞങ്ങളിപ്പോൾ അങ്കമാലി എത്തിട്ടോ. രാവിലെ നേരത്തെ ചായ കുടിച്ചതല്ലേ, അപ്പോൾ ഒരു ചായ കുടിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ഒരു ചായ കൂടി നമുക്ക് കുടിക്കണം. അങ്കമാലി എത്തിയപ്പോൾ മലപ്പുറത്ത് നിന്ന് എൻ്റെ വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ എത്തി, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ വാപ്പാൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം മയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അങ്കമാലി എത്തിയപ്പോൾ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോയി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ചായക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് നെയ് റോസ്റ്റും ചായയായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത നെയ് റോസ്റ്റൊക്കെ വന്നു. നമ്മളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലായിരുന്നു കയറിയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു നെയ് റോസ്റ്റ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വന്ന് ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. നമ്മൾ ഇപ്പോൾ മൂവാറ്റുപുഴ എത്തിയപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ. നല്ല അന്തരീക്ഷം കണ്ടോ. ഈ തൃശ്ശൂർ വരെ നല്ല മഴയായിരുന്നു. അപ്പോൾ യാത്ര ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പോവാം. ഇവിടെ മഴയൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ കോട്ടയം വഴി നമ്മൾ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അതിമനോഹരമായിട്ടുള്ള പ്ലേസ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ഏരിയ. നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുന്നോട്ട് കുറച്ചിങ്ങനെ പോയപ്പോൾ അങ്ങനെ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഒരു പാറക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ വെള്ളം വരുന്നത് കേട്ടോ. മലൻ്റെ മുകളിൽ നിന്ന് ഒരു പാറക്കെട്ടിലൂടെയാണ് ഈ വെള്ളം വരുന്നത്. കാണാൻ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ കുറച്ച് സമയമൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്ത്. ഈ പ്രദേശത്ത് ഒത്തിരി വെള്ളച്ചാട്ടം, ഞങ്ങൾ പോകുന്ന വഴി ഒത്തിരി വെള്ളച്ചാട്ടങ്ങൾ കണ്ടു കേട്ടോ. ഇങ്ങനെ പാറൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിനിഞ്ഞ് വരുന്നൊരു കാഴ്ച കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. എല്ലായിടത്തും ഉണ്ടോ, ഇവിടെ കണ്ടോ ഒത്തിരി ഭാഗങ്ങളിൽ കണ്ടു ഞങ്ങൾ പോയപ്പോൾ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ കണ്ടു. പിന്നെ കുറേ ആൾക്കാർ വണ്ടി പോകുന്ന ആൾക്കാരൊക്കെ വണ്ടിക്കട ഒതുക്കി നിർത്തിയിട്ട് കുറച്ച് സമയമൊക്കെ അതിങ്ങനെ കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇത് പാല പൊൻകുന്നം റൂട്ടാണ് കേട്ടോ. ഈ റൂട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. കുന്നും മലകളും മരങ്ങളും ഇങ്ങനെ ഇതേപോലെ വെള്ളച്ചാട്ടം, അതങ്ങനെ ഒത്തിരി നല്ല നമ്മൾ കണ്ണിന് കുളിർമയേകുന്ന ഒത്തിരി കാഴ്ചകൾ നമുക്ക് ഈ റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പാലം ആദ്യമായിട്ടാണ് ഞാൻ കേട്ടോ ഈ റൂട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ നേരത്തെ ഇതുവഴിയല്ലായിരുന്നു വന്നത്. ഞങ്ങൾ നേരത്തെ ആലപ്പുഴ ആ വഴിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് ഈ റൂട്ടിന് എന്നെ കൊണ്ടുവന്നത്. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ കാഴ്ചകളൊക്കെ കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങളൊരു പുഴയൊക്കെ കണ്ടു കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ടൊന്ന് ഷൂട്ട് ചെയ്തു. ഈ പുഴ അറിയപ്പെടുന്ന ഉരുക്കുപുഴ എന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്ന പൊൻകുന്നമാണ് കേട്ടോ. പൊൻകുന്നം എൻ്റെ കല്യാണത്തിന് മുമ്പൊക്കെ എനിക്ക് ലോങ് ട്രിപ്പ് പോവുക, അതേപോലെ ടൂറ് പോവുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതോടെ ഇപ്പോൾ ആ ഒരു ആഗ്രഹം എനിക്കില്ലാതായി. അതുകൊണ്ട് ഒത്തിരി വണ്ടിയിലിരുന്ന് പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ ലോങ് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നടുവിന് പ്രശ്നം വരും. അങ്ങനെ പിന്നെ തളർച്ച, ക്ഷീണം, അങ്ങനെ കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ട്.
ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മലയോര പ്രദേശമാണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളും ഒക്കെ ഉണ്ടാകും. കണ്ടോ ഗൈസ്, ഇതാണ് മണിമലയാറ് ആറ് കേട്ടോ. കണ്ടോ, നല്ല പോലെ വെള്ളമുണ്ട്, നല്ല കലങ്ങി മറിഞ്ഞിട്ടുള്ള വെള്ളമാണ്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു, കാണാത്തവർക്ക് കാണാലോ എന്ന് വിചാരിച്ച്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലോട്ട് കയറി കേട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ മതി. എരുമേലി പോകുന്ന വഴിയാണ് കേട്ടോ. കണ്ട, നല്ലൊരു ശാന്തത നിറഞ്ഞ ഒരു കാട്, മനസ്സിന് നല്ലൊരു കുളിർമ കിട്ടുന്ന ഒരു പ്രദേശം കൂടിയാണ്. കണ്ടോ, ചുറ്റുപാടും വനങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശം. ഈ വനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നല്ല കണ്ണിന് നല്ല കുളിർമയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അതേപോലെ മനസ്സിന് നല്ല സമാധാനം കിട്ടും. പിന്നെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നല്ല കൂളിങ്ങും കിട്ടും കേട്ടോ. ഉള്ളിലോട്ട് ഈ ഒരു വനത്തിനുള്ളിലോട്ട് പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പത്തനംതിട്ട വെറും 29 കിലോമീറ്ററും കൂടെ മതി. യാത്ര ചെയ്തിട്ട് രണ്ടുപേരും നല്ല പോലെ ടയേർഡായി കേട്ടോ. ഞാൻ ഇരുന്നും ക്ഷീണിച്ചു, വണ്ടി ഓടിച്ചിട്ടും ക്ഷീണിച്ച് നല്ല ക്ഷീണുണ്ട്. ഞങ്ങളിപ്പോൾ റാന്നിയിലെത്തി കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ കുമ്പഴ എത്തി കേട്ടോ. അപ്പോൾ കുമ്പഴ വഴി ഞങ്ങൾക്ക് അടൂരിലോട്ട് ഷോർട്ട് കട്ട് ഇതിലൂടെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ വീട് അടൂർ ഏഴംകുളം എന്ന് പറഞ്ഞ പ്രദേശത്താണ്. നേരത്തെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴയൊക്കെ തോർന്നു, അന്തരീക്ഷമൊക്കെ നല്ല തെളിഞ്ഞ്. അങ്ങനെ ഗേസ്, ഞങ്ങളിപ്പോൾ ഏഴംകുളം എത്തി കേട്ടോ. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. ഏഴംകുളം തൊടുവക്കാട് എന്ന പ്രദേശത്താണ് ഞങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഏഴംകുളത്തൊന്നും അധിക ദൂരമൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലോട്ട്. അപ്പോൾ ഏഴംകുളം തൊടുവക്കാട് എന്ന പ്രദേശത്താണ് ഞങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഗൈസ്, നീണ്ട മണിക്കൂറുകൾക്കിടയുള്ള യാത്രയിൽ ഞങ്ങൾ അവസാനം പത്തനംതിട്ടയിലെത്തി കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെത്തി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.